ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ പിക്സൽവേഴ്സ് എയർ ഡ്രോപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ അതിൽ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയധികം ആളുകൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് വിഡ്രോ ചെയ്യുന്നതിലും ക്ലെയിം ചെയ്യുന്ന കാര്യത്തിലും കുറേയധികം ഡൗട്ട്സ് ഉണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിൽ മാക്സിമം ആ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു എയർ ഡ്രോപ്പ് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ടെലഗ്രാമിലായിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ടെലഗ്രാമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം പിക്സൽവേഴ്സ് ഇന്നലത്തെ ലിസ്റ്റിങ്ങിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് പമ്പായിട്ടുണ്ട്. ഇപ്പം നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ ക്ലെയിമിനെയും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനെയും കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ട് കുറച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വീഡിയോ കാണാതെ പകുതിക്കൊക്കെ വെച്ച് കണ്ടിട്ടാണ് കൂടുതൽ ആളുകളും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പം പിക്സൽവേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് ഡോഗ്സ് എയർ ഡ്രോപ്പിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാൻ ആരും വിട്ടുപോകരുത്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയും ഇതിൻ്റെ ക്ലെയിമിംഗ് ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൽ വാലറ്റ് കണക്ട് ചെയ്യാനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. വാലറ്റ് കണക്ട് ചെയ്യുന്നത് മൂലം നമുക്ക് എക്സ്ട്രാ 1000 ടോക്കൺസ് കിട്ടും. അപ്പോൾ നിങ്ങൾ കണക്ട് വാലറ്റ് എന്നുള്ള ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ടോൺ കീപ്പറാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഡിവൈസിൽ ടോൺ കീപ്പർ വാലറ്റ് നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം. അപ്പം ടോൺ കീപ്പർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം നേരെ ടോൺ കീപ്പറിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പം നമുക്ക് അവിടെ കണക്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് കണക്റ്റ് വാലറ്റ് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ക്ലെയിം ചെയ്തതിനെക്കാട്ടും അഡീഷണൽ ആയിട്ട് ഒരു 1000 ഡോഗ്സ് കോയിനും കൂടെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. വീണ്ടും പറയുന്നു, ഈ ഒരു എയർ ഡ്രോപ്പ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ള ടെലഗ്രാം എയർ ഡ്രോപ്പുകൾ പോലെ അല്ല. ഇതിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് പരിപാടികളൊക്കെ തീർക്കാനായിട്ട് പറ്റും. 2-3 മിനിറ്റത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുവരെയും ക്ലെയിം ചെയ്യാത്ത ആളുകൾ മാക്സിമം എത്രയും പെട്ടെന്ന് ക്ലെയിം ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഒട്ടനവധി എക്സ്ചേഞ്ചുകളുടെ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ടോണിൻ്റെ ഫൗണ്ടറായിട്ടുള്ള വ്യക്തിയാണ് ഇതിൻ്റെ പുറകിലെന്ന് പറയപ്പെടുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു എയർ ഡ്രോപ്പ് നമുക്കിതിൽ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. എപ്പം ഇവരുടെ ക്ലെയിമും കാര്യങ്ങളൊക്കെ എന്താവുമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ എയർ ഡ്രോപ്പിൻ്റെ ക്ലെയിമിംഗ് ലിങ്കും അതുപോലെ തന്നെ ട്യൂട്ടോറിയൽ വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർ എന്തായാലും ചെയ്തു വെക്കുക. കറൻലി പിക്സൽവേഴ്സിൻ്റെ ടെലഗ്രാം ബോട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലെയിം ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു നമ്മുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് സബ്മിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യുക, വാലറ്റ് അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്യുക. അഡ്രസ്സ് നമ്മളവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ക്ലെയിം കൊടുക്കുമ്പം വരുന്ന ഇൻ്റർഫേസ് ആണിത്. അതായത് നമ്മളിവിടെ ക്ലെയിം ചെയ്തിട്ടുള്ള ടോക്കൺസ് നേരെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഞാൻ കുറേ അധികം തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ക്ലെയിം കൊടുക്കുന്ന അതേ വാലറ്റ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡാഷ്ബോർഡിലും കണക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേറിയം നെറ്റ്വർക്കിലുള്ള ഡെപ്പോസിറ്റ് അഡ്രസ്സാണ്. കുറേ അധികം ആളുകൾക്ക് ഈ ഒരു എതേറിയം നെറ്റ്വർക്കിലുള്ള ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കുന്നതിൽ കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോ വാലറ്റിനും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. OKX വാലറ്റിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ OKX വാലറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രീവിയസ് വീഡിയോ കാണാം. അതിൽ എങ്ങനെ OKX വാലറ്റിൻ്റെ എതേറിയം നെറ്റ്വർക്കിലുള്ള എതേറിയം അഡ്രസ്സ് എടുക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ മെറ്റാമാസ്ക് വാലറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാനില്ല. ഡയറക്റ്റ്ലി മെറ്റാമാസ്ക് ഓപ്പൺ ആകുമ്പോൾ അവിടെ എതേറിയം മെയിൻ നെറ്റ്വർക്കിലായിരിക്കും ഓപ്പൺ ആവുന്നത്. അവിടെയുള്ള ഡെപ്പോസിറ്റ് അഡ്രസ്സ്, അതാ ഈ മേലെ കാണുന്ന അഡ്രസ്സ് നേരെ കോപ്പി ചെയ്തതിന് ശേഷം കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതിയാകും. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് വാലറ്റ് ആയിക്കോട്ടെ യൂസ് ചെയ്യുന്നത്, അവിടെ നിങ്ങൾ എതേറിയത്തിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വായിച്ച് നോക്കുക. അവിടെ ആ ഒരു നെറ്റ്വർക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാലും മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പിക്സൽവേഴ്സിന് വേണ്ടത് എതേറിയം മെയിൻ നെറ്റിലുള്ള അല്ലെങ്കിൽ എതേറിയം നെറ്റ്വർക്കിലുള്ള എതേറിയത്തിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സാണ്. അതാണ് നമ്മൾ കോമൺലി ERC20 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെയിം വാലറ്റ് തന്നെ നിങ്ങൾ പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡിലും കണക്ട് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഈ ഒരു അഡ്രസ്സ് പിക്സൽവേഴ്സിൻ്റെ ടെലഗ്രാം ബോട്ടിൽ കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവിടെ ക്ലെയിം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ക്ലെയിം ചെയ്ത ബാലൻസ് നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാനായിട്ട് പറ്റും എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പം ഡാഷ്ബോർഡ് അതുപോലെ തന്നെ അവരുടെ ബോട്ടും കാര്യങ്ങളൊക്കെ
മൊത്തത്തിൽ ബഗ് അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം തന്നെ ക്ലെയിം കൊടുത്താൽ 2 സെക്കൻഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ആ ഒരു ബാലൻസ് റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. അതിനുവേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. ഇനി ഡാഷ്ബോർഡിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ടോക്കൺസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ വിഡ്രോവൽ അഡ്രസ്സ് കൊടുത്ത സെയിം വാലറ്റ് നിങ്ങളുടെ പിക്സൽവേഴ്സിൻ്റെ ഡാഷ്ബോർഡിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ഏറ്റവും അടിയിൽ സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഈ ഒരു സ്റ്റേക്കിംഗ് സെക്ഷനിലേക്കായിരിക്കും നമ്മളുടെ ബോട്ടിൽ നിന്ന് ക്ലെയിം ചെയ്ത കോയിൻസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ ക്ലെയിം ചെയ്ത കോയിൻസും ഈ ഒരു സ്റ്റേക്കിംഗ് സെഷനിലായിരിക്കും വരാനായിട്ട് പോകുന്നത്. നമ്മൾ എത്രത്തോളം കോയിൻസ് ഈ ഒരു എയർ ഡ്രോപ്പിലൂടെ ഏൺ ചെയ്തോ അത് മൊത്തത്തിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേക്കിങ്ങിലേക്ക് വരും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് ഈ ഒരു ഡാഷ്ബോർഡ് ശരിയാവുന്നവരെ നമ്മൾ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ബോട്ടിൽ അഡ്രസ്സ് സബ്മിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു ഡാഷ്ബോർഡ് വർക്ക് ആവുന്ന സമയത്ത് നമുക്ക് നേരെ ഈ ഒരു സ്റ്റേക്കിങ്ങിൻ്റെ പേജിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ടെന്നുള്ളതിനനുസരിച്ച് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ വരും. ഇവരുടെ ക്ലെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം കോമഡി ആയിട്ടാണ് ഇവന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത്. എയർ ഡ്രോപ്പൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലെയിമിംഗ് എന്ന് പറയുന്നത് വമ്പൻ പരാജയമാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആ ഒരു ക്ലെയിമിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചുള്ള ഫർദർ അപ്ഡേറ്റ്സ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് ടോക്കൺസ് വന്ന ഉടനെ തന്നെ നിങ്ങളുടെ 10% എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു 10% നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ബാക്കി 90% ടോക്കൺസും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. അത് അവർ തന്നെ തിരിച്ച് എടുക്കുന്നതായിരിക്കും. എന്തൊരു കോമഡിയാണല്ലേ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ 100% ടോക്കൺസും വേണം എന്ന് തന്നെ കരുതാം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു പോയിന്റ് നമ്പർ 2 കൊടുത്തിരിക്കുന്നത്. 100% ടോക്കൺസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 മാസം നമുക്ക് ഒരു ടോക്കൺ പോലും വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് 2 മന്ത് ക്ലിഫ് പീരീഡ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ മാസമാണ്, ജൂലൈ മാസമാണ് ഇവർ എയർ ഡ്രോപ്പ് കൊടുത്തത്. അപ്പം ഓഗസ്റ്റിലും സെപ്റ്റംബറിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടോക്കൺസ് തൊടാനായിട്ട് പറ്റത്തില്ല. ഒരു ടോക്കൺ പോലും കിട്ടത്തില്ല. അതിനുശേഷം വരുന്ന 2 വർഷം, അതായത് 24 മാസത്തിൽ ഓരോ മാസവും നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ടോട്ടൽ കിട്ടിയോ അതേ ഡിവൈഡഡ് ബൈ 24. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ടയറിലുള്ള യൂസേഴ്സിന് കിട്ടിയത് 5200 ടോക്കൺസ് ആണ്. അപ്പം 5200 ടോക്കൺസ് ഡിവൈഡഡ് ബൈ 24 ഓരോ മാസവും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 216 ടോക്കൺസ് ആണ്. അപ്പം നമ്മളെ ഒരു കറൻ്റ് ഉള്ള മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ $14 വെച്ചിട്ട് മാക്സിമം എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടിയ ആളുകൾക്ക് മിനിമം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിക്സൽവേഴ്സിൻ്റെ ബോട്ടിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ള അലോക്കേഷൻ വെച്ചിട്ടാണ്. ഡാഷ്ബോർഡിലെ അലോക്കേഷൻ കൂടെ കൂട്ടുമ്പോൾ അതിനെക്കാട്ടും കൂടുതൽ കിട്ടുമായിരിക്കും. പക്ഷേ നമ്മളിവിടെ ക്ലെയിം ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്യണമെങ്കിലും എതേറിയത്തിൽ ഗ്യാസ് ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പം ഒരു കറണ്ട് വാല്യൂ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ തന്നെ മന്ത്ലി ഒരു $10 വെച്ചായിരിക്കും കിട്ടാനുള്ള പോസിബിലിറ്റി. ഇനിയും അത്യാവശ്യം ഒരു പക്ഷേ നല്ല രീതിയിൽ ഈ ഒരു ടോക്കണ പ്രൈസ് ഡംപ് ആവുകയാണെങ്കിലും നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. വളരെ മോശമായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു അൺലോക്കിംഗ് ആണ് ഇവരുടെ ടീം കൊണ്ടുവന്നിട്ടുള്ളത്. മിനിമം ഒരു 50% എങ്കിലും എല്ലാവർക്കും അൺലോക്ക് കൊടുക്കേണ്ട ആയിരുന്നു. പക്ഷേ ഇതൊന്നും തീരുമാനിക്കുന്ന ഒരിക്കലും നമ്മളല്ല, ഇതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി വരാനായിട്ട് പോകുന്ന വലിയ വലിയ എയർ ഡ്രോപ്പുകളിലും ഇത്തരത്തിലുള്ള പ്ലേയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് മാത്രം ഇത്തരത്തിലുള്ള എയർ ഡ്രോപ്പുകളൊക്കെ ഫാം ചെയ്യാം. സ്റ്റിൽ ടോപ്പ് ടയർ അലോക്കേഷൻ കിട്ടിയ ആളുകൾക്കൊക്കെ മോശമല്ലാത്ത രീതിയിലേക്കുള്ള പ്രോഫിറ്റ് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ കുറേ അധികം ആളുകൾക്കുള്ള സംശയമാണ്, ഇനി നമ്മൾ ലെവൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോയെന്ന്. തീർച്ചയായിട്ടും ഇല്ല. കഴിഞ്ഞ 18-ാം തീയതി നിങ്ങൾ ഏത് ലെവൽ ആയിരുന്നു അതിനനുസരിച്ചാണ് നമുക്കിവിടെ എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുള്ളത്. ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഇവർ എയർ ഡ്രോപ്പ് കൊടുക്കുമായിരിക്കാം. നമ്മുടെ ഈ ഗെയിം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ പരിഗണിച്ച് അതുപോലെ തന്നെ പിക്സൽ ചെയിൻ്റെ യൂസേഴ്സിനാണ് ബാക്കി 20% എയർ ഡ്രോപ്പ് കൊടുക്കുന്നതെന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കാര്യത്തിലൊന്നും കൂടുതൽ വ്യക്തതയില്ല. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടുന്നതനുസരിച്ച് നമ്മൾ ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ അധികം ആളുകൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത വാലറ്റ് എക്സ്ചേഞ്ചിൻ്റെ വാലറ്റാണ്, അതിന് മാറ്റി കൊടുക്കണോ എന്നൊക്കെ കുറേ അധികം ആളുകൾ ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ ഏത് വാലറ്റ് കണക്ട് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ ആ ക്ലെയിമിൻ്റെ സ്ഥലത്ത് കൊടുക്കുന്ന വാലറ്റിൻ്റെ അഡ്രസ്സ്
ERC20 അഡ്രസ്സ് ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെയിം വാലറ്റ് തന്നെ നിങ്ങൾ ഡാഷ്ബോർഡിൽ ഉപയോഗിക്കുക. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഏത് വാലറ്റ് വേണമെങ്കിലും കണക്ട് ചെയ്തോളൂ. ആ ഒരു വാലറ്റിലേക്ക് ഒരിക്കലും എയർ ഡ്രോപ്പ് പോകത്തില്ല. ആ ഒരു ക്ലെയിമിംഗ് സെക്ഷനിൽ നിങ്ങൾ ഏത് വാലറ്റ് അഡ്രസ്സ് ആണോ കൊടുക്കുന്നത് അതിലേക്കായിരിക്കും നമ്മുടെ എയർ ഡ്രോപ്പ് പോകുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിക്സൽവേഴ്സ് മൈൻഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കാം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.